Dear students, Applied Dialysis Technology യൂണിറ്റ് 1 ബാക്കിയുള്ള പോർഷൻസ് ആണ് പറയുന്നത്. ലേബർ ആൻഡ് ഡെലിവറി ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പേഷ്യൻസ്, അതായത് ഡയാലിസിസിന് വിധേയമായിട്ടുള്ള പ്രഗ്നൻസി പേഷ്യൻസ് സാധാരണയായിട്ട് അവർക്ക് പ്രിമേച്യൂർ ലേബർ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ ഈ പ്രിമേച്യൂർ ലേബർ ഉണ്ടാവാനായിട്ടുള്ള കാരണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെറ്റേണൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാം, ഫീറ്റൽ ഡിസ്ട്രെസ് ഉണ്ടാവാം. ഇതൊക്കെ നമുക്കിതിന് കാരണമാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രിമേച്യൂർ ലേബിനെ തടയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സർവിക്കൽ ലെങ്ത്ത് നമ്മുടെ പേഷ്യൻറ്റിനെ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ പേഷ്യൻറ്റിനെ ഇപ്പോൾ സ്റ്റിച്ചിട്ട് കുട്ടിയെ നിർത്താൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതാണ് സർക്ലേജ് എന്ന് പറയുന്നത്. ആ ഒരു പ്രൊസീജിയർ അവിടെ ചെയ്യാം. അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രൊജസ്ട്രോണൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയാലിസിസ് പേഷ്യൻസിൽ പെട്ടെന്ന് ലേബറൊക്കെ ഉണ്ടാവുന്നതിനൊക്കെ കാരണമാവും. അപ്പോൾ അതിൻ്റെ നമ്മൾ പ്രിമച്യൂർ ലേബറിൽ ഡയാലിസിസ് പേഷ്യൻറ്റ് ഹാസ് ബീൻ സക്സസ്ഫുള്ളി ട്രീറ്റഡ് വിത്ത് ടെർബ്യൂട്ടാലിൻ. നമുക്ക് പ്രൊജസ്ട്രോൺ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ പ്രിമച്യൂർ ലേബർ തടയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ടെർബ്യൂട്ടാലിൻ, അതുപോലെ തന്നെ മഗ്നീഷ്യം നിഫിഡിപ്പിൻ, അതുപോലെ തന്നെ മെത്താസിൻ ഇതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ മഗ്നീഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിന് ഇൻട്രാവീനസിലെയാണ് നമുക്ക് ഹീമോഡയാലിസിസ് പേഷ്യൻസിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ആഡഡ് ടു ദ പെരിറ്റോണിയൽ ഡയാലിസിസ് സൊല്യൂഷൻ ഇൻ പെരിറ്റോണിയൽ ഡയാലിസിസ് പേഷ്യൻസ്. അതുപോലെ തന്നെ പെരിറ്റോണിയൽ ഡയാലിസിസ് പേഷ്യൻസിലാണെങ്കിൽ നമുക്ക് മഗ്നീഷ്യം, ഹീമോഡയാലിസിസ് പേഷ്യൻസിലാണെങ്കിൽ ഇൻട്രാവീനസിൽ നമ്മൾ ഹീമോഡയാലിസിസിലൂടെ കൊടുക്കുന്നു. പെരിറ്റോണിയൽ ഡയാലിസിസ് പേഷ്യൻസിലാണെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസ് സൊല്യൂഷൻ വഴി നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മഗ്നീഷ്യം എന്ന് പറയുന്നത് നമ്മുടെ റീനൽ ഫെയിലിയറുള്ള പേഷ്യൻസിൽ ഒരു എക്സ്ട്രീം കെയർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മഗ്നീഷ്യം യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലഡ് ലെവൽസ് ഷുഡ് ബി മോണിറ്റേർഡ് ഫ്രീക്വൻ്റ്ലി. നമ്മുടെ ബ്ലഡ് ലെവൽസ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ മഗ്നീഷ്യം ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ലോഡിംഗ് ഡോസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബട്ട് അഡീഷണൽ ഡോസ് ഷുഡ് ബി ഗിവൺ ഓൺലി ആഫ്റ്റർ ഡയാലിസിസ് ആൻഡ് ദെൻ ബി ലെവൽ ഈസ് ലോ. അതായത് ഇപ്പോൾ ഒരു ഡയാലിസിസിന് ശേഷം നമ്മുടെ മഗ്നീഷ്യം ലെവലുകളൊക്കെ കുറഞ്ഞു പോയി എന്ന് വിചാരിക്കാം. നമ്മൾ ഇൻട്രാവീനസിൽ കൊടുത്തു, ഡയാലിസിസിന് ശേഷം കുറഞ്ഞു പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അളവ് നോക്കിയിട്ട് നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. യൂസ് ഓഫ് മഗ്നീഷ്യം ഇൻ കോമ്പിനേഷൻ വിത്ത് നിഫിഡിപ്പിൻ ഷുഡ് ബി അവോയ്ഡഡ്. അതായത് നമ്മൾ മഗ്നീഷ്യത്തിനോടൊപ്പം തന്നെ നമ്മൾ നിഫിഡിപ്പിൻ എന്ന് പറഞ്ഞിട്ടുള്ള മെഡിസിൻ കൊടുക്കുന്നത് ഒഴിവാക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈപ്പോ ടെൻഷൻ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ഇൻഡോമെത്താസിയൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിനോടൊപ്പം തന്നെ യൂസ് ചെയ്യാം. പക്ഷേ എന്താണ്, ബട്ട് പേഷ്യൻസ് മസ്റ്റ് ബി മോണിറ്റേർഡ് ഫോർ ഹൈഡ്രാമിനോസ് ആൻഡ് ദ ഫീറ്റസ് മസ്റ്റ് ബി മോണിറ്റേർഡ് ഫോർ റൈറ്റ് ഹാർട്ട് ഡൈലേഷൻ. അപ്പോൾ ഇൻഡോമെത്തസിയോൺ നമ്മളിതുപോലെ തന്നെ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്താണ് നമ്മുടെ ഫീറ്റസിന് റൈറ്റ് ആയിട്ടുള്ള ഹാർട്ട് ഡൈലേഷൻസ് ഉണ്ടാവുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻഡോമെത്തോസിയൻ ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ എ ഷോർട്ട് ടൈം. നമ്മളൊരു ഷോർട്ട് ടൈം മാത്രമാണ് ഇൻഡോമെത്തോസിയൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. പിന്നെ പറയുന്നത് ടോക്കോലൈറ്റിക്സ് ആണ്. ടോക്കോലൈറ്റിക്സ് എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഷോർട്ട് ടൈമാണ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്രിമച്യൂർ ലേബർ തടയുന്നതിന് വേണ്ടിയിട്ടും നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ ഇൻ വുമൺ വിത്ത് റെസിഡ്യുവൽ കിഡ്നി ഫങ്ഷൻ ഇൻഡോമെത്തസിയൻ മേ റിസൾട്ട് ഇൻ ഫർദർ ഡെറ്റീരിയോറേഷൻ ഇൻ ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് ആൻഡ് ദ നീഡ് ഫോർ ഇൻക്രീസ്ഡ് ഡയാലിസിസ്. അതായത് നമുക്ക് ഈ ഒരു നമ്മുടെ കിഡ്നി ഫങ്ഷനൊക്കെ കുറഞ്ഞു പോയിട്ടുള്ള ഒരു പേഷ്യൻറ്റിൽ ഇൻഡോമെത്തസിയൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോമറുലർ ഫിൽട്രേഷൻ റേറ്റ് വ്യത്യാസപ്പെടുന്നതിനും അതുവഴി നമുക്ക് ഇൻക്രീസ്ഡ് ഡയാലിസിസ് ഉണ്ടാവുന്നതിനും കാരണമാവുന്നുണ്ട്. അതുപോലെ ഇൻഫാൻസ് ഓഫ് ഡയാലിസിസ് പേഷ്യൻസ് ആർ ഫ്രീക്വൻ്റ്ലി സ്മോൾ ഫോർ gestational age, but it is not clear whether their growth restriction is the result of uremic toxins PERS or of maternal hypertension. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അളവുകൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഫാൻസിൻ്റെ ജസ്റ്റേഷണൽ സ്റ്റേജിലൊക്കെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ എന്താണ് മെറ്റേണൽ ഹൈപ്പർ ടെൻഷനൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ഡിക്രീസ്ഡ് ഇൻട്രായൂട്രൈൻ ഗ്രോത്ത് റെസ്ട്രിക്ഷൻ ഈസ് നോക്ചറൽ ഡയാലിസിസ് പേഷ്യൻറ്റ് സജസ്റ്റ് എ റോൾ ഓഫ് അക്യുമുലേറ്റഡ് യൂറിമിക് ടോക്സിൻ. അതുപോലെ തന്നെ യൂറിമിക് ടോക്സിൻ്റെ അളവൊക്കെ അവിടെ
അക്യുമുലേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ മെഡിസിൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ നമുക്ക് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റാണ്, ഈ ഒരു മെഡിസിൻ കൊടുത്തതിൻ്റെ സൈഡ് എഫക്റ്റാണ് അക്യുമുലേറ്റഡ് ആയിട്ടുള്ള യൂറിമിക് ടോക്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് അടിഞ്ഞു കൂടുന്നത് വഴി നമ്മുടെ ഇൻഫാൻറ്റിൻ്റെ ഗ്രോത്ത് ഒക്കെ അവിടെ തടയാനൊക്കെ ആയിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം പേഷ്യൻറ്റിന് കൊടുക്കാനായിട്ട്. അതുപോലെ ദർ ഈസ് എ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് സ്റ്റിൽ ബർത്ത് ഇൻ ഡയാലിസിസ് പേഷ്യൻസ് ആൻഡ് antenatal monitoring should be started as soon as there is a chance of survival outside the mother. അതായത് ഒരു 26 വീക്സ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് നോക്കണം, അതായത് നമുക്ക് പേഷ്യൻറ്റിനെ എപ്പോഴും നമ്മൾ മോണിറ്റർ ചെയ്യണം. അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള സ്കാനിങ്ങുകളൊക്കെ എടുക്കണം, ഇല്ലെങ്കിൽ കുട്ടീനെ സ്റ്റിൽ ബർത്ത് ചെയ്യേണ്ട അവസ്ഥ നമുക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ പെറ്റോണിയ ഡയാലിസിസ് പേഷ്യൻസിൽ സിസേറിയൻ സെക്ഷനൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സിസേറിയൻ സെക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു 24 hours കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെരിറ്റോണിയ ഡയാലിസിസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 48 hours പീരീഡിലും ഇതേപോലെ നമുക്ക്, അതായത് അത്ര അധികം കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത പേഷ്യൻസിലാണെങ്കിൽ 48 hours നമ്മൾ പെരിറ്റോണിയ ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഇഫ് ദർ ഈസ് ലീക്കേജ് ഫ്രം ദ ഇൻസിഷൻ ദ പേഷ്യൻറ്റ് ക്യാൻ ബി ഹീമോലൈസ്ഡ് ഫോർ 2 to 4 weeks. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ലീക്കേജുകളൊക്കെ, സിസേറിയൻ ആണല്ലോ ചെയ്തത്, അപ്പോൾ നമുക്ക് ഈ ഒരു പെരിറ്റോണിയ ഡയാലിസിസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ലീക്കേജുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹീമോ ഡയാലിസിസ് ആണ് ഒരു 2 to 4 weeks പേഷ്യൻറ്റിന് ചെയ്യുന്നത്. പിന്നെ നോർമൽ അപ്പിയറിംഗ് ഇൻഫാൻറ്റ് ഷുഡ് ബി മോണിറ്റേർഡ് ഇൻ എ ഹൈ റിസ്ക് നഴ്സറി at birth. The infant whose kidneys are normal for gestational age will have a blood urea nitrogen and a serum creatinine level similar to the mother's, and the infant will experience a solute diuresis requiring careful monitoring of electrolytes and വോളിയം സ്റ്റാറ്റസ്. അതായത് കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടിയുടെ BUN, അതായത് നമുക്ക് ബ്ലഡ് യൂറിയ നൈട്രജൻ നമ്മൾ ലെവലുകൾ നോക്കും. അതുപോലെ തന്നെ സിറം ക്രിയാറ്റിൻ ലെവലുകൾ നോക്കും. പിന്നെ പേഷ്യൻ്റ് അതായത് കുട്ടി മൂത്രമൊഴിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റിൻ്റെ കാര്യങ്ങൾ, വോളിയം സ്റ്റാറ്റസ്, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ്. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ഇനിയുള്ള ഗ്രോത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് പറയുന്നത് ഡിസ്പാരിയൂനിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് വേദന അനുഭവപ്പെടുന്ന കണ്ടീഷനാണ് ഈ ഒരു ഡിസ്പാരിയൂനിയ എന്ന് നമ്മൾ പറയുന്നത്. അതായത് ചില വുമൺസിൽ, ഡയാലിസിസ് പേഷ്യൻസിൽ ഈ ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈസ്ട്രജൻ ഡെഫിഷ്യൻസി, അതുപോലെ തന്നെ വജൈനൽ ഡ്രൈനസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഈ ഒരു വേദന അനുഭവപ്പെടുന്നത്. Post-menopausal women experiencing these symptoms can be prescribed either a conjugated estrogen cream. ഇതുപോലെ തന്നെ നമുക്ക് പോസ്റ്റ് മെനോപോസൽ, അതായത് നമുക്ക് മെൻസസ് നിന്ന സ്ത്രീകളിലും ഇത്തരത്തിലുള്ള വേദനകൾ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കാം കോൺജുഗേറ്റഡ് ആയിട്ടുള്ള ഈസ്ട്രജൻ ക്രീമുകൾ കൊടുക്കുക. അതുപോലെ തന്നെ എ സസ്റ്റെയിൻഡ് റിലീസ് ഇൻട്രാവജൈനൽ ഈസ്ട്രജൻ റിംഗ് ഓർ എ വജൈനൽ ലോ ഡോസ് ഈസ്ട്രജൻ ടാബ്ലറ്റ്സുകൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇത് വരുന്നത് നമുക്ക് നമ്മുടെ ഇപ്പോൾ പോസ്റ്റ് മെൻസ്ട്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈസ്ട്രജനും പ്രൊജസ്ട്രോണിൻ ലെവലുകളൊക്കെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടാണ്. അതുപോലെ ടിപ്പിക്കൽ ഡോസസ് ഫോർ ലോക്കൽ ഈസ്ട്രജൻ ആർ 1 estradiol tablet 10 microgram inserted intravaginally once a day for 7 days. അതായത് നമുക്ക് ഓരോ ദിവസവും, അതായത് ഒരാഴ്ചയ്ക്ക് നമുക്ക് കൊടുക്കുന്ന ഒരു മെഡിസിനാണ് എന്നു പറയുന്നത് ഈസ്ട്രാഡിയോൾ ടാബ്ലറ്റ് എന്ന് പറയുന്നത്. നമുക്ക് 10 മൈക്രോഗ്രാം ആണ് ഉള്ളത്. അത് നമുക്ക് ഇൻട്രാവജൈനലി നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്ന മെഡിസിൻസാണ്. അപ്പോൾ വജൈനയിലേക്കുള്ള ഡ്രൈനെസ് നമുക്ക് മാറിക്കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഈ വജൈനൽ റിങ്ങിൽ നമുക്ക് 2 milligram ഓഫ് ഇസ്ട്രാഡിയോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് വഴി, അതായത് നമുക്കിപ്പോൾ ഇൻസേർട്ടഡ് ആൻഡ് ദെൻ റീപ്ലേസ്ഡ് എവറി 3 months, നമുക്ക് 3 months വരെ നമുക്കിത് യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്നതാണ്. പിന്നെ വരുന്നത് കോൺജുഗേറ്റ് ഈസ്ട്രജൻ ക്രീം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതിൽ നമുക്ക് യൂഷ്വൽ ഡോസ് എന്ന് പറയുമ്പോൾ 0.5 gram per day for 21 days ഓൺ
then 7 days off. An alternative regimen is to apply the cream twice weekly. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മെഡിസിൻ വീക്കിലി നമുക്ക് ഒരു ദിവസം 2 നേരം എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് കൊടുക്കാം. ഈസ്ട്രജൻ ക്രീം നമുക്ക് ചിലപ്പോഴൊക്കെ എന്താണ് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ സൈഡ് എഫക്റ്റുകളാണ് ഉണ്ടാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രസ്റ്റ് ടെൻഡർനെസ്, വജൈനൽ ബ്ലീഡിങ്, പെരിനിയൽ പെയിൻ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നോർത്ത് അമേരിക്കൻ മെനോപോസ് സൊസൈറ്റി ഒരിക്കലും എന്താണ് പ്രൊജസ്ട്രോൺ ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് പേഷ്യൻറ്റിന് യൂസ് ചെയ്യാറില്ല. നമുക്ക് സാധാരണയായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ലോക്കൽ ഈസ്ട്രജൻ തെറാപ്പീസാണ് അവർ പൊതുവേ യൂസ് ചെയ്യുന്നത്. ഇനി വേറെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് ഓറൽ ഈസ്ട്രജൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. വളരെ റയറായിട്ടാണ് ഓറൽ ഈസ്ട്രജൻ നമ്മൾ ഡയാലിസിസ് പേഷ്യൻസിൽ കൊടുക്കുന്നത്. നമുക്ക് ആവശ്യമെങ്കിൽ ഡെയിലി ഡോസ് 0.3 മൈക്രോഗ്രാം കോൺജുഗേറ്റ് ഈസ്ട്രജൻ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ 2.5 മില്ലിഗ്രാം മെഡ്രോക്സി പ്രൊജസ്ട്രോൺ നമുക്കിതുപോലെ തന്നെ കൊടുക്കാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ഇഫ് ദർ ഈസ് breakthrough bleeding on this combination, progesterone has been increased to 5 milligram. പിന്നെ പേഷ്യൻറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊജസ്ട്രോൺ ലെവലുകൾ നമ്മൾ ഇൻക്രീസ് ചെയ്യുക, ഒരു 5 milligram ഇൻക്രീസ് ചെയ്തിട്ടുള്ള ടാബ്ലറ്റ്സുകൾ കൊടുക്കാം.